നായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലെ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. Listen to the scripture now. നമ്മൾ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. The dawn was breaking on the first day of the week. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. And when they went there, an angel of the Lord descended from heaven. ആ സമയത്ത് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. He came to the stone, rolled it away, and sat down on top of it. അവൻ വന്ന് കല്ല് ഉരുട്ടി മാറ്റി ആ കല്ലിന്മേൽ ഇരുന്നു. Looking at him was like looking at lightning, and his clothes were white like snow. അവന്റെ രൂപം മിന്നലിനെ ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. The guards trembled with terror at him and became like corpses themselves. ആ കാവൽക്കാരൊക്കെയും ഇത് കണ്ട് ഭയപ്പെട്ട് അവരെ മരിച്ചവരെ പോലെ ആയി തീർന്നു. Don't be afraid, said the angel to the women. അപ്പോൾ ദൂതൻ വന്ന് സ്ത്രീകളോട് പറയുകയാണ്, ഭയപ്പെടരുത്. I know you are looking for Jesus who was crucified. എനിക്കറിയാം നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെയാകുന്നു, യേശുവിനെയാകുന്നു ഇവിടെ തിരയുന്നത്. He isn't here. He has been raised as he said he would be. അവൻ ഇവിടെയില്ല, അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Come and see the place he was laying. അവനെ വെച്ചിരുന്ന സ്ഥലം വന്ന് കാണുക എന്ന് അവരോട് പറഞ്ഞു. Then go at once and tell his people, disciples, that he has been raised from the dead. കണ്ടതിന് ശേഷം നിങ്ങൾ ചെന്ന് ശിഷ്യന്മാരോട് പറയുക, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. And tell them that he is going on ahead of you to Galilee. അവൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള വാർത്തയും അവരെ അറിയിക്കുക. And that's where you will see him. അവിടെയാകുന്നു നിങ്ങൾ ഇനി യേശുവിനെ കാണുവാനായിട്ട് പോകുന്നത്. And this is the story the evangelist Matthew tells us about the resurrection of our Lord and Savior Jesus Christ. ഇതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷമുള്ളതായുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങൾ. They came up to him and took hold of his feet, prostrating themselves in front of him. അവര് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണ് അവന്റെ കാൽ പിടിച്ചു. Don't be afraid, said Jesus. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്. But go and tell my brothers that I am going off to Galilee and they will see me there. എന്നാൽ നിങ്ങൾ പോയി നിന്റെ ശിഷ്യന്മാരോട് പറയുക, എൻ്റെ സഹോദരങ്ങളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകുന്നു. The most frequent commandment in the Bible is what the angel says to the women and what Jesus then repeats. Don't be afraid. നിങ്ങൾ ഭയപ്പെടരുത് എന്നുള്ള ഈ ഒരു അഭിവാദ്യം ആവർത്തിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. അത് ദൂതന്മാർ പറയുന്നു, അതോടൊപ്പം അത് യേശു ക്രിസ്തു ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. Don't be afraid. Yes, because something new has happened. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ പുതിയ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. Don't be afraid. Yes, because the world is never going to be the same again. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ ഇതുവരെയും കണ്ട ലോകമല്ല ഇനിയും ആയിത്തീരുവാനായിട്ട് പോകുന്നത്. Don't be afraid. See, because our life is about to be turned upside down and inside out. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിയുവാനായിട്ട് പോവുകയാണ്. Don't be afraid, because God is going to be with us and demand new things of us. നിങ്ങൾ ഭയപ്പെടരുത്, എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളോട് കൂടി ആയിരിക്കുകയും നിങ്ങളിൽ നിന്ന് പുതിയ കാര്യങ്ങളെ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. Don't be afraid. Easter proves it. നിങ്ങൾ ഭയപ്പെടരുത്, അത് തെളിയിക്കത്രേ ചെയ്യാൻ പോകുന്നത്. So this is the first great emphasis of Matthew's account of the first Easter morning.
ഈ ഉയർപ്പിന്റെ രാവിലെ സമയത്തുള്ള ഈ അനുഭവത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം ആകുന്നു വിവരിച്ചിരിക്കുന്നത്. Of course, the women had every reason to be afraid of. ഈ സ്ത്രീകൾക്ക് ഭയപ്പെടുവാൻ തക്ക എല്ലാ കാരണങ്ങളും ആ അവസരത്തിൽ ഉണ്ടായിരുന്നു. Because there was an earthquake. അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. There was an angel. അവിടെ ഒരു ദൂതനെ കണ്ടു. And the guards were struck down as though they were dead. കാവൽക്കാർ മരിച്ചവരെ പോലെ ആയി തീർന്നു. So, but we look at the invitation they gave to these women. എന്നാൽ ആ സമയത്ത് ഈ സ്ത്രീകൾക്ക് നൽകുന്നതായുള്ള ആ ഒരു ക്ഷണം എന്താകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. The invitation consists of two parts. ഈ ക്ഷണത്തിൽ രണ്ട് ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട്. First, come and see. ഒന്ന് വരിക, കാണുക. Secondly, go and tell. രണ്ട് പോകുക, പറയുക. So it has been said that these four words actually encompass the whole of Christian life and experience. ഈ നാല് വാക്കുകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവങ്ങളും നമ്മുടെ എല്ലാവിധമായ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന നാല് വാക്യങ്ങൾ അത്രേ. It all began with the word come. ഇതിന്റെ ആരംഭത്തിൽ പറയുന്നത് വരിക എന്നുള്ള ആ വാക്കോട് കൂടിയാണ് ആരംഭിക്കുന്നത്. When the women are afraid, when they fear all hopes are lost, when they see the gods that look like death, the angel invites them, come and see. അവിടെ ഭയപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീകൾക്കുണ്ടായിരുന്നു. ദൂതനെ അവർ കണ്ടു. അവിടെ നിന്ന് കാവൽക്കാർ മരിച്ചവരെ പോലെ ആയിത്തീർന്നു. അവിടെ ഭൂകമ്പം ഉണ്ടായി. ഇതെല്ലാം അവരുടെ ഭയത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യയാണ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടരുത്. The word come is a welcome word. വരിക എന്നുള്ളത് സ്വാഗതം ചെയ്യുന്ന ഒരു വാക്കത്രേ. It is an invitation word. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ക്ഷണമാണ്. And this was the first word spoken by the angel. ഇത് ഈ ദൂതൻ പറയുന്ന ആദ്യത്തെ വാക്കാണ്. If we look at the ministry of Jesus Christ, we will see that Jesus often used the word come. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യേശു ക്രിസ്തു പലപ്പോഴും വരിക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. As we heard this afternoon, Jesus said, come, follow me, I will make you fishers of men. ഒരു കൂട്ടം ആളുകളോട് യേശു ക്രിസ്തു പറഞ്ഞു, വരിക, നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കും. Matthew chapter 4 verse 19. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. And shortly after, in chapter 11 verse 28, we read, Jesus says, come to me, all you who are weary and burdened, and I will give you rest. 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ ഏവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. If you go further to chapter 19 verse 14, we read that Jesus now tells, let the children come to me and do not hinder them, for the kingdom of heaven belongs to such as these children. നമ്മൾ മുൻപോട്ട് പോയി 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ശിശുക്കളെ കണ്ടിട്ട് അവൻ പറയുകയാണ്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. So throughout the Gospels, Jesus continues to say, come. സുവിശേഷത്തിൽ മുഴുവനായിട്ട് യേശു ക്രിസ്തു തുടർന്നും പറയുന്ന ഒരു സംഗതി വരിക എന്നുള്ള ആഹ്വാനമാണ്. That doesn't mean it is an easy decision. അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ലഘുവായ ഒരു അനുഭവമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. Sometime it may cost us something. ചിലപ്പോൾ അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. And that is why Jesus says, if you read chapter 16 verse 24, if anyone would come after me, he must deny himself and take up his cross and follow me. അതുകൊണ്ടാണ് 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, എന്നെ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. Therefore, responding positively to the imperative come is very costly. വരിക എന്ന് പറയുന്ന ആ ഒരു ക്ഷണത്തോട് ക്രിയാത്മകമായി നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വില കൊടുക്കേണ്ടതായ ഒരു സംഗതി തന്നെയാണ്. Long ago, during the Second World War, lived a very important person in Germany by the name Dietrich
Bonhoeffer. ബോൺഹോഫർ എന്ന് പറയുന്നത് ഒരു ദൈവശാസ്ത്രജ്ഞൻ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ ജീവിച്ചിരുന്നു. He was earlier a professor in the United States of America. അമേരിക്കയിൽ അദ്ദേഹം ഒരു അധ്യാപകനായി ശുശ്രൂഷ ചെയ്യായിരുന്നു. But in Germany, things were happening in a very negative way. എന്നാൽ ജർമ്മനിയിലെ കാര്യങ്ങളൊക്കെയും വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. Under Hitler's regime, people were suffering, they were being persecuted. ഹിറ്റ്ലറുടെ നാസി ഭരണകൂടത്തിന് കീഴിൽ ജനങ്ങളൊക്കെയും അവിടെ അടിമത്തം അനുഭവിക്കുകയും അവർ പല രീതിയിലുള്ള പീഡകൾക്ക് വിധേയമാകുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. When Bonhoeffer heard that his fellow Jews were suffering in his own country, Germany, he decided to leave United States of America to go to Germany. തൻ്റെ സഹോദര യഹൂദന്മാർ ജർമ്മനിയിൽ പീഡ അനുഭവിക്കുന്നു എന്ന് കേട്ടപ്പോൾ ബോൺഹോഫർ അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. So when his fellow colleagues, professors came to know that Dietrich Bonhoeffer decided to go back to Germany, they dissuaded him from going there. തൻ്റെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൂട്ടുകാരൊക്കെയും ഇദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പോകാതിരിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തെ തടയുവാനായിട്ട് ശ്രമിച്ചു. But Bonhoeffer told them, if I do not participate in the sufferings of my own people, I do not have the right to participate in the reconstruction of Germany. അപ്പോൾ ബോൺഹോഫർ ഇപ്രകാരമാകുന്നു പറഞ്ഞത്, എൻ്റെ ജനങ്ങളുടെ കഷ്ടതയിൽ ഞാനും പങ്കാളിയാകുന്നില്ല എങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതിയിൽ പങ്കാളിയാകുവാൻ എനിക്ക് സാധ്യമല്ല. Therefore, he went back to Germany. അങ്ങനെ ബോൺഹോഫർ ജർമ്മനിയിലേക്ക് മടങ്ങിപ്പോയി. But he was arrested by Nazi regime. നാസി പട്ടാളക്കാര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. And he was put in prison and he suffered. ആ ജയിലിൽ അടച്ച് വളരെ പീഡകൾ അദ്ദേഹം അനുഭവിച്ചു. But he continued to pray, continued to meditate, continued to write. അവിടെ കിടന്നുകൊണ്ട് തുടർച്ചയായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അദ്ദേഹം എഴുതുകയും ചെയ്തു. And his writings are titled Letters and Papers from Prison. ജയിലിൽ നിന്നുള്ള ലേഖനങ്ങൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിന്റെ ഈ എഴുത്തുകളൊക്കെ പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. Among the many books he has written, one important book is titled The Cost of Discipleship. ഒരു ശിഷ്യനായിരിക്കുന്നതിന് കൊടുക്കേണ്ട വില എന്ത് എന്നുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെയാണ്. And in that book, Dietrich Bonhoeffer says, when Jesus passes by a person, he bids him come and die for me. അതിൽ ബോൺഹോഫർ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ സമീപേ കൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നീ വരിക എന്നുള്ള ആ ഒരു വലിയ ക്ഷണം. So coming in order to follow Jesus is costly. യേശുവിനെ അനുഗമിപ്പാൻ തക്കവണ്ണം വരിക എന്ന് പറയുന്നത് തീർച്ചയായും വില കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. And therefore he writes about the cost of discipleship. അതുകൊണ്ടാണ് ഒരു ശിഷ്യനായിരിക്കുന്നതിന് കൊടുക്കേണ്ട വില എന്താണ് എന്ന് ആ പുസ്തകത്തിന് പേര് കൊടുക്കാൻ തന്നെ കാരണം. And from the history we know that this man, a man of faith, man of God, finally was killed almost 3 or 4 days prior to American troops delivering the people. അമേരിക്ക ഈ ജർമ്മനിയെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് 3-4 ദിവസങ്ങൾക്ക് മുൻപായിട്ട് ഈ ബോൺഹോഫർ അവിടെ മരിച്ചു വീഴുന്നതായിട്ട് അത്രേ നമ്മൾ വായിക്കുന്നത്. The one who talked about the cost of discipleship finally sacrificed his own life. ഒരു ശിഷ്യത്വത്തിന് വേണ്ടി കൊടുക്കുന്ന വില എന്താണ് എന്ന് എഴുതിയതായിട്ടുള്ള ബോൺഹോഫർ തൻ്റെ ജീവൻ തന്നെ വിലയായിട്ട് അവിടെ കൊടുക്കേണ്ടതായിട്ട് വന്നു. Therefore accepting the call come is costly. അതുകൊണ്ട് വരിക എന്നുള്ള ആ ഒരു വിളി നിങ്ങൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വില കൊടുക്കേണ്ടതായി വരും എന്നുള്ള വസ്തുത നിങ്ങൾ ഓർത്തുകൊള്ളണം. Today we came to know about hundreds and thousands of evangelists and missionaries who are working all over India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 100 കണക്കിന് മിഷണറിമാരെ കുറിച്ച് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടല്ലോ. We thank God that they have accepted the call, come. വരിക എന്നുള്ള ആ വിളി അവർ സ്വീകരിച്ചത് കൊണ്ടാണ് ഇവിടെയൊക്കെ അവർക്ക് പോകുവാനായിട്ട് സാധിച്ചത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. If we look at our own religion, the way of life, Christianity,
Christianity is more than a system of beliefs. കുറെ വിശ്വാസ സംഹിതകൾ അടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല ക്രിസ്തു മതം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. It is an active faith. ഇത് വിശ്വാസം പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാകുന്നു. It is a faith that will be responsive to the prompting of the Holy Spirit and will to walk wherever He wants us to walk. പരിശുദ്ധാത്മാ അതിൻ്റെ പ്രേരണയോട് പ്രതികരിക്കുന്ന ഒരാത്മാവായിരിക്കും അപ്പോൾ നമ്മളിൽ ഉള്ളത്. ആ പരിശുദ്ധാത്മാവ് എവിടേക്ക് നമ്മളെ നയിക്കുന്നോ അവിടേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മൾ അപ്പോൾ മനസ്സ് വയ്ക്കുന്നവരായി തീരും. Therefore, following Christ, being held by Christ, is a decision of our own faith. യേശുവിനെ അനുഗമിക്കുകയും യേശുവിനാൽ പിടിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ എടുക്കുന്നതായുള്ള ഒരു തീരുമാനമാകുന്നു. And the angel said to women, come and see where this man was. ദൂതൻ ആ സ്ത്രീകളോട് പറഞ്ഞു, വരിക, വന്നിട്ട് എവിടെയാണ് അവനെ വെച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. So the second word is see. കാണുക എന്നുള്ളതാണ് രണ്ടാമത്തെ വാക്ക്. See the place where Jesus lay. എവിടെയായിരുന്നു യേശുവിനെ വെച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുക. Because seeing reveals one's personal experience. കാണുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അനുഭവമായി മാറുന്ന ഒരവസ്ഥയാണ്. The only way to really know about faith in Christ is to have an experience with Christ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മനസ്സിലാകണമെങ്കിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. Whoever is born from the womb finally goes to the tomb. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച എല്ലാ വ്യക്തികളും അവസാനം കല്ലറയിൽ ചെന്നാണല്ലോ അവസാനിക്കുന്നത്. But here when the angel says to the women, come and see, it is the other way around. എന്നാൽ നേരെ തിരിച്ചൊന്ന് കാണുവാനാണ് ഇവിടെ ഈ ദൂതൻ ഈ സ്ത്രീകളോട് പറയുന്നത്. This is the place where Jesus lay. ഇവിടെയായിരുന്നു യേശുവിനെ വച്ചിരുന്നത്. So this is the place where Jesus is not seen now. എന്നാൽ അവിടെ ഇപ്പോൾ അവനെ കാണുവാൻ സാധിക്കുകയില്ല. ആ സ്ഥലം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. So what happens here? The tomb has become the womb for new life. ഇവിടെ ഈ കല്ലറ എന്ന് പറയുന്നത് ഒരു പുതിയ ജീവന്റെ ഉദരമായിട്ട് മാറുകയത്രേ ചെയ്യുന്നത്. So our Easter faith is tomb becoming the womb. ഉയർപ്പിന്റെ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കല്ലറകളൊക്കെയും ഉദരങ്ങളായി മാറുന്ന ഒരു അനുഭവം അത്രേ. Therefore, it is very important for us to pay attention to the summons of Jesus, come. അതുകൊണ്ട് വരിക എന്ന് പറയുന്നതായിട്ടുള്ള ആ യേശുവിൻ്റെ വലിയ ആഹ്വാനമുണ്ടല്ലോ, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. And with the summons is enjoined the verb see. അതോടെ ചേർന്നാണ് പറയുന്നത് കാണുക എന്നുള്ളതും. Because our own personal experience in this world is important to proclaim the gospel. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം സുവിശേഷം പ്രഖ്യാപിപ്പാൻ തക്കവണ്ണം വളരെ യോഗ്യമായി തീരണം എന്നുള്ളത് അത്രേ. If we go to the 4th chapter of John's Gospel, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണെങ്കിൽ, and from the beginning we read a passage which talks about Jesus and the woman of Samaria. അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശമരിയക്കാരത്തി സ്ത്രീയുമായിട്ട് യേശു ഇടപെടുന്നതായിട്ടുള്ള ആ ഒരു സംഭവം. Jesus strikes up a conversation with this woman of Samaria. ഈ ശമരിയക്കാരത്തി സ്ത്രീയുമായി യേശു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. And he asks her, give me something to drink. എനിക്ക് അല്പം കുടിക്കാൻ തരിക എന്ന് അവൻ അവളോട് പറഞ്ഞു. But this woman was surprised because he, being a Jew, was asking a woman of Samaria for something to drink. ഈ സ്ത്രീ വളരെ അതിശയിച്ചു പോയി. കാരണം ശമരിയക്കാരത്തിയായ ഒരു സ്ത്രീയോട് യഹൂദനായ ഒരു പുരുഷൻ കുടിക്കാൻ ചോദിക്കുക എന്ന് പറയുന്നത് തികച്ചും അപ്രായോഗികമായ ഒരു സംഗതിയാണ്. അത് നടക്കുന്ന കാര്യമല്ല. But Jesus doesn't give up. He continues to speak to her. എന്നാൽ യേശു അവിടെ തുടർന്നു അവളോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. And Jesus tells her, if only you know who is he that is asking you, you will give him and he will give you water of eternal life. നിന്നോട് ചോദിക്കുന്നവൻ ആരാകുന്നു എന്ന് നീ അറിയുകയാണെന്ന് വരികിൽ നീ അവന് ജലം കൊടുക്കും, അതോടൊപ്പം തന്നെ അവൻ നൽകുന്നതായുള്ള ജീവജലം നീ പ്രാപിക്കുകയും ചെയ്യും. Therefore, after this conversation, this woman leaves the pot
and runs back to her village. ഇവിടെ ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് ഈ സ്ത്രീ അവൾ കൊണ്ടുവന്നിരുന്ന പാത്രം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ ഗ്രാമത്തിലേക്ക് ഓടുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. And she goes and tells the people, you come and see that he has told me everything of me. അവൾ ചെന്ന് പറയുന്നത്, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണോ എന്നാ ചോദിക്കുന്നത്. Because this woman was earlier trying to distract or deviate the conversation from Jesus. യേശു ക്രിസ്തു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ ശ്രദ്ധയെ മറ്റു പല രംഗങ്ങളിലേക്കും തിരിപ്പാനായിട്ട് ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. And Jesus tells her, go and bring your husband. യേശു അവളോട് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. You go, bring your husband, come here. നീ നിന്റെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് ഇവിടെ വരിക. Then the woman says, I have no husband. അപ്പോഴാണ് സ്ത്രീ പറയുന്നത്, എനിക്ക് ഭർത്താവില്ല. But Jesus tells, I know that very well. യേശു അവളോട് പറയുകയാണ്, അതെനിക്ക് നല്ലവണ്ണം അറിയാം. And you had several husbands. നിനക്ക് പല ഭർത്താക്കന്മാരുണ്ടായിരുന്നു. Even the one with whom you are living now is not your husband. ഇപ്പോൾ നീ എന്നോട് കൂടെ പാർക്കുന്നവൻ നിന്റെ ഭർത്താവ് അല്ലാതാനും. Therefore, this woman was astonished. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീ വളരെ അതിശയിച്ചു പോയി. So therefore she runs into the village and tells the people, here I have met a person, a man who has told me everything of me. ഞാൻ ചെയ്തത് എല്ലാം എന്നോട് പറഞ്ഞതായുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തി എന്ന് അവൾ പോയി ഗ്രാമീണരോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. And she tells them, come and see a man who told me all that I ever did. Can this be the Christ? വരിക, ഞാൻ ചെയ്തത് എല്ലാം എന്നോട് പറഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പക്ഷേ അവൻ ക്രിസ്തുവായിരിക്കും. Therefore the people started to go towards the place. ആ ഗ്രാമീണരൊക്കെയും ഇത് കേട്ടുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് ഓടി വരുവാൻ തുടങ്ങി. And the Bible says that people believed in Jesus. വേദപുസ്തകം പറയുന്നത് അങ്ങനെ ഓടിക്കൂടി വന്നതായുള്ള പലരും യേശുവിൽ വിശ്വസിച്ചു എന്നത്രേ. And they tell that they believed in Jesus because of the woman's testimony. He told me all that I ever did. അവൾ പറഞ്ഞതായുള്ള അവിടെ സാക്ഷ്യമുണ്ടല്ലോ, ആ സാക്ഷ്യം മുഖാന്തരമാണ് ഞങ്ങൾ ഇവിടെ വരുവാനും വിശ്വസിപ്പാനും ഇടയായത് എന്ന് അവർ പറയുന്നു. So if we look at this passage, this woman first of all perceived Jesus as a Jewish man. ഈ സ്ത്രീ ആദ്യമേ ഈ കർത്താവിനെ കാണുന്നത് ഒരു യഹൂദനായിട്ടാണ്. Then she sees him as a prophet. പിന്നീട് യേശുവിനെ കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണ്. Then she perceives him as a Messiah. ഇപ്പോൾ അവൾ മശിഹായിട്ട് യേശുവിനെ കാണുന്നു. Then she talks of him as Christ. അത് ക്രിസ്തു തന്നെ ആകുന്നു എന്ന് അവനെ കുറിച്ച് ഇപ്പോൾ പറയുന്നു. And finally we read that they all say together, truly this is the savior of the world. ഇവൻ തന്നെയാകുന്നു ലോകരക്ഷിതാവെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി. So the John's gospel tells us emphatically that the Samaritan woman was a kind of an evangelist, a very, very effective evangelist. ഈ ശമരിയക്കാരത്തി സ്ത്രീ വലിയ ഒരു സുവിശേഷകയായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. When we experience Christ, we cannot remain the same person. യേശുക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് തുടരുവാൻ സാധ്യമല്ല. This has happened to this woman of Samaria. ഈ സ്ത്രീക്ക് അതാണ് സംഭവിച്ചത്. This is copies of the Christian faith. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടയാളങ്ങളാകുന്നു. Jesus died on the cross so that people could live. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്തുകൊണ്ടെന്നാൽ നമുക്ക് ജീവൻ നൽകുന്നതിനു വേണ്ടി. He suffered and died in order to be the hope for the world. അവൻ കഷ്ടത അനുഭവിക്കുകയും മരിക്കുകയും ചെയ്തത് ലോകത്തിന് പ്രത്യാശ നൽകുന്നതിനു വേണ്ടിയാണ്. His death and resurrection are our path to salvation. അവന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ ഘടകമായി മാറിയിരിക്കുന്നു. Therefore, when we read this story as our own story, when we pick up our cross and follow him, we will never be the same. ഈ സംഭവം ഉണ്ടല്ലോ, ഈ കഥയുണ്ടല്ലോ, ഈ നമ്മുടെ തന്നെ ഒരു അനുഭവമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുകയില്ല. നമ്മളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും.
the risen Christ who encountered these women still encounters all of us. ഈ സ്ത്രീയുമായിട്ട് ഇടപെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ടല്ലോ, ആ കർത്താവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. That is the decisive moment for our own living. നമ്മുടെ ജീവിതത്തിന് തീരുമാനമെടുക്കേണ്ടതായുള്ള ഘട്ടങ്ങളാകുന്നു അത്. It is a moment of conviction that leads to repentance. നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, നമ്മളെ അത് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുന്നതായി തീരണം. It is a moment of truth or revelation that puts away disbelief. നമ്മുടെ ഈ വെളിപാട് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ അവിശ്വാസങ്ങളൊക്കെയും നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു സമയമായിട്ട് മാറും. It is a moment of hope followed by restoration. ഇത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമായിട്ട് മാറും. Therefore, when we experience the risen Christ, we cannot remain the same person. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ ആയിരിക്കുന്ന ഈ നിലയിൽ തുടരുവാനായിട്ട് സാധിക്കുകയില്ല. And the Easter message is this. ഉയർപ്പിന്റെ ദൂത് എന്ന് പറയുന്നത് ഇത് തന്നെയാകുന്നു. Come into the presence of God. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരിക. See what God has done. എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളത് കാണുക. And then go into the world and tell others. പിന്നീട് നിങ്ങൾ പോകുക, ലോകത്തിലേക്ക് അത് അറിയിക്കുക. It is a peculiar moment of coming and going, and always coming and going. എല്ലായ്പ്പോഴും വരിക, പോകുക, വരിക, പോകുക, ഈ ഒരു ആഹ്വാനമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി